അല്ല, CPM-ന്റെ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന നടപടികൾ, CPM-ഉം കോൺഗ്രസും കൂടെ പരസ്പര ധാരണയിൽ നടത്തിയ നടപടികളിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് കൂട്ടുനിൽക്കാനല്ല BJP-യുടെ പണി. കോട്ടയത്ത് പരസ്പരം ധാരണപ്രകാരം ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും താഴെ ഇറക്കുകയും ചെയ്യുന്നത് അവരാണ്. അവർക്ക് കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഓരോ നടപടിയെടുക്കാം. അവർക്ക് SDP-യുടെ കൂടെ കൂടാം, മുസ്ലിം ലീഗിന്റെ കൂടെ കൂടാം, കേരള കോൺഗ്രസുകളുടെ കൂടെ മാറി മാറി കൂടാം. അങ്ങനെ പല രീതിയിലുള്ള നെറികെട്ട രാഷ്ട്രീയം നടത്തിക്കൊണ്ട് അവർക്ക് പോകാം. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിൽ എടുക്കേണ്ട ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു ഭരണസമിതിയെയും താഴെ ഇറക്കാനോ അല്ലെങ്കിൽ അവരെ അധികാരത്തിൽ കയറ്റുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളുടെയും ഭാഗമാകാൻ വേണ്ടിയിട്ട് BJP ഉദ്ദേശിച്ചിട്ടില്ല. BJP-യെ ജനങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വികസന പ്രവർത്തനങ്ങൾ അവരുടെ വാർഡുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കോട്ടയം നഗരസഭയിലെ അഴിമതി എന്ന് പറഞ്ഞാൽ കോട്ടയം നഗരസഭ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ 3 കോടി രൂപ വെട്ടിച്ചു. അതിന് പുറമെ കോട്ടയം നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കളുടെ യാതൊരു പ്രമാണങ്ങളും അവിടെ ഇല്ല, കാണുവാനില്ല. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ഉണ്ടായിട്ട് CPM എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? CPM-ന്റെ നേതാക്കന്മാരായാലും കാണാനുണ്ടോ? കേന്ദ്രമന്ത്രിയുണ്ടല്ലോ, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം CPM ഈ 3 കോടി രൂപയുടെ അഴിമതിയിൽ അവർക്ക് വ്യക്തമായ പങ്കുണ്ട്. ഇത് NGO യൂണിയന്റെ യൂണിയനിൽപ്പെട്ട ഒരു സ്റ്റാഫിനെ സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വീണ്ടും ഒരു 4-5 ദിവസം ഇവിടെ വന്ന് ഒരു ജൂനിയർ ഹെൽത്ത് നഴ്സിനെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരുത്തിക്കൊണ്ട് അവരെ സഹായിക്കാൻ കൊണ്ട് ഇരുത്തുകയും അതുവഴി വീണ്ടും പണം മാറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിൽ CPM-ന്റെ ഉന്നത തലത്തിലുള്ളവർ അറിഞ്ഞുകൊണ്ടുള്ള വൻ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അവർക്ക് പണം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളെ സംരക്ഷിക്കുന്നത്. ഇതുവരെ അയാളെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനെല്ലാം കൂട്ടുന്ന സെക്രട്ടറിക്ക് ഒരു നടപടി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ഭരണസമിതിയിൽ കോൺഗ്രസിനെതിരായിട്ട് ഒരു സമരവുമില്ല. പേരിന് വെറും പ്രഹസനം. BJP എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ പേരിൽ പ്രഹസനം നടത്തുകയല്ലാതെ സജീവമായി ഈ മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കാര്യത്തിൽ ഇടപെടാനോ സമരം ചെയ്യുവാനോ CPM തയ്യാറായിട്ടില്ല. BJP ശക്തമായ സമരവുമായി ഇപ്പൊ പുതിയ അഴിമതിയുടെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഈ നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അടുത്ത തെരഞ്ഞെടുപ്പിലെ ഈ അഴിമതിയുടെ കൂട്ടുകെട്ട്, CPM-ന്റെയും കോൺഗ്രസിന്റെയും അഴിമതി കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ഒരു വൻ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഈ നഗരസഭയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് BJP ഉദ്ദേശിക്കുന്നത്. ഒരു അന്വേഷണം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും ED-യൊക്കെ നമ്മുടെ പല സ്ഥാപനങ്ങളിലും അന്വേഷണം നടത്തി കഴിഞ്ഞതാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ നമുക്ക് ആവശ്യമാണ്. അല്ല, അത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമായിട്ട് ആലോചിച്ച ശേഷം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ച് കോട്ടയം നഗരസഭയിലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് കോട്ടയം നഗരസഭയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം, അല്ലാതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി CPM-ന്റെ നേതാക്കന്മാർ നടത്തുന്നതിന് ഒത്താശ ചെയ്യലല്ല BJP-യുടെ പണി. ഞങ്ങൾക്ക് ആ പരിപാടി അറിയത്തുമില്ല.